ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് ഒരു വിഷു സ്പെഷ്യൽ ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും അതായത് ഡാൻസ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണി കാണും നേരം കമല നേത്രന്റെ ഈ ഒരു സോങ്ങിന്റെ ട്യൂട്ടോറിയലാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം ആദ്യം ട്യൂട്ടോറിയലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അതിന്റെ ഫുൾ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന്റെ ആദ്യത്തെ ലൈൻ വരുന്നത് കണി കാണും നേരം എന്നാണ്. അപ്പൊ കണി കാണും നേരം നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ നിൽക്കുക, അതായത് ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് റൈറ്റ് കാലിന്റെ മടമ്പ് ലെഫ്റ്റ് കാലിനോട് ചേർത്തിട്ട് ഇങ്ങനെ വെക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക, ഇങ്ങനെ നിൽക്കാതെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 കൈകളും എടുത്ത് കണ്ണിന്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കണി കാണും നേരം ചെറുതായിട്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ കണി കാണും നേരം, പിന്നെ കമല നേത്രന്റെ ഇങ്ങനെയാണ്. റൈറ്റ് കണ്ണിന്റെ നേരെ പിടിക്കുക, ഇങ്ങനെ കുറച്ച് വിടർത്തിയിട്ട് പിടിക്കുക. പിന്നെ അതിനുശേഷം ലെഫ്റ്റ് കണ്ണിന്റെ മുമ്പിലായിട്ട് പിടിക്കുക. ജസ്റ്റ് കണി കാണും നേരം കമല നേത്രന്റെ, പിന്നെ നിറമേഴും എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഈ 3 വിരലുകൾ, നടുവിലത്തെ 3 വിരലുകൾ ഇങ്ങനെ പിടിക്കുക. അതിന് നടുവിലായിട്ട് നമ്മുടെ തള്ളവിരല് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ചെറുവിരല് കുറച്ചിങ്ങനെ അകത്തിയിട്ട് പിടിക്കുക. എന്നിട്ട് 2 കൈയും ഇങ്ങനെ നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ചിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരിക. താഴേക്കല്ല, കുറച്ചിങ്ങനെ നടുവിലായിട്ട് കൊണ്ടുവരിക. മുകളിൽ നിന്ന് ഇങ്ങനെ നടുവിലായിട്ട് കൊണ്ടുവരിക. നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഈ സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടും പോലെ കാണിക്കുക. അപ്പൊ പിടിക്കേണ്ടത് ഒന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കാം, അതായത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ ഈ 2 വിരലുകൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 3ാമത്തെ വിരൽ ഇങ്ങനെ താഴ്ത്തി പിടിക്കുക. ബാക്കി 2 വിരലും ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെയും കാണിക്കാം. ഈ ഒരു മുദ്രയും പിടിക്കാം, അതുപോലെ ഇങ്ങനെയും പിടിക്കാം. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കുക, 3ാമത്തെ വിരൽ താഴ്ത്തി വെക്കുക, 2 വിരൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടും പോലെ കാണിക്കുക. അപ്പൊ നമ്മുടെ ഹിപ്പ് ഉണ്ടല്ലോ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇനി അഥവാ തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കെട്ടുന്ന പോലെ കാണിച്ചാലും മതി. ഇനി ഹിപ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്നത് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ വിരലുകളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ്. നമ്മൾ കാലുകൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പൊ കാലുകൾ ശരിക്കും ഇങ്ങനെയുള്ള കാല് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാലിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹിപ്പ് കൂടി ചേർത്തിട്ട് അത് ചെയ്യാം. കാല് തിരിക്കുന്ന സമയത്ത് തന്നെ ഹിപ്പ് കൂടി തിരിക്കുക. ജസ്റ്റ് കൈ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക. മഞ്ഞ തുകിൽ ചാർത്തി, പിന്നെ അതിനുശേഷം കനകക്കിങ്ങിണി കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുക. അത് ഈ 2 വിരല്, ലാസ്റ്റ് 2 വിരല് മടക്കി പിടിക്കുക. ആദ്യത്തെ 3 വിരല് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഒരു സാധനം പിടിച്ച പോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഫേസ് ചെയ്ത് നിർത്തിയിട്ട് ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പൊ നമ്മള് റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെക്കുക. കനകക്കിങ്ങിണി. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാലെടുത്ത് നേരത്തെ വെച്ചില്ലേ അതുപോലെ ചേർത്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ എങ്ങനെയാണ് കനകക്കിങ്ങിണി എന്ന് വരും. ഒന്നിങ്ങനെ അനക്കി കൊടുത്താൽ മതി. പിന്നെ വളകൾ മോതിരം, ജസ്റ്റ് അവിടെ നിന്ന് തന്നെ കാണിക്കുക. വളകൾ ഒന്നിങ്ങനെ വളയിടുന്ന പോലെ കാണിക്കുക. വളകൾ, പിന്നെ മോതിരം. മോതിരം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നടക്കണം. കാരണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നടക്കാം. നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് നടന്ന പോലെ തന്നെ ലെഫ്റ്റ് കാലെടുത്ത് ലെഫ്റ്റ് സൈഡിൽ വെക്കുക, റൈറ്റ് കാലെടുത്ത് അതിനോട് ചേർത്ത് വെക്കുക. അപ്പൊ എങ്ങനെയാണ് വളകൾ മോതിരം, പിന്നെ അന്നു കാണണം ഭഗവാനെ. അപ്പൊ നമ്മൾ നേരത്തെ പിടിച്ചില്ലേ, നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ സെയിം മുദ്ര പിടിക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ മാല ഇടും പോലെ കാണിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കാണിക്കുക, മാല ഇടുക. എന്നിട്ട് അവിടെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തൊഴുത് പിടിക്കുക. അപ്പൊ അണിഞ്ഞു കാണണം ഭഗവാനെ. പിന്നെ വീണ്ടും ആ ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്.
അത് കണി കാണുന്നേരം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരെ മുമ്പിൽ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായാലും കുഴപ്പമില്ല, നേരെ മുമ്പിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കാലുകൾ നേരത്തെ വെച്ച പോലെ തന്നെ മതി. എന്നിട്ട് നമ്മുടെ രണ്ട് കൈ എടുത്ത് ഇങ്ങനെ പിടിക്കുക, മുമ്പിലേക്ക് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കഥക്ക് തുറക്കും പോലെ ഇങ്ങനെ കാണിക്കുക. അത് കണി കാണും നേരം. അപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെരിഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ടിലോട്ട് നോക്കുക, ആ ഒരു കൈകളുടെ ഇടയിലേക്ക് ഇങ്ങനെ നോക്കുക. കണി കാണും, കൈ ഇങ്ങനെ ഒരുപാട് വെറുതെ പിടിക്കണ്ട, ചെറുതായിട്ട് പിടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വാതിലിങ്ങനെ തുറക്കുക, നോക്കുക. കണി കാണും നേരം. പിന്നെ കമല നേത്രന്റെ, കമല അതായത് പൂ വിരിയും പോലെ കാണിക്കുക. ജസ്റ്റ് രണ്ട് കൈയും ഇങ്ങനെ വെക്കുക, അടുപ്പിച്ചിങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. കമല നേത്രന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് കൈ താഴെ ഇങ്ങനെ വെച്ചാൽ മതി. റൈറ്റ് കൈയില് രണ്ട് വിരല് ഇങ്ങനെ പിടിച്ചിട്ട് നേരത്തെ കാണിച്ചില്ല അതുപോലെ കാണിക്കുക. കമല നേത്രന്റെ. പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി. പിന്നെ കനകക്കിങ്ങിണി വളകൾ മോതിരം. പിന്നെ ചെയ്യേണ്ടത് അലിഞ്ഞു കാണീനം ഭഗവാനി. ഇങ്ങനെ ചെയ്യുക. നേരെ നമ്മള് ലെഫ്റ്റ് സൈഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്താൽ മതി. സെയിം രീതിയിൽ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് മാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൃഷ്ണനെ കാണിക്കുക. അപ്പൊ നമ്മള് റൈറ്റ് കാലെടുത്ത് ബാക്കില് ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. അപ്പൊ കയ്യിൽ സെയിം മുദ്ര തന്നെ പിടിക്കുക. ഈ മാല ഇടാൻ കാണിച്ചില്ലേ, ആ സെയിം മുദ്ര തന്നെ കൃഷ്ണനെ പിടിക്കുമ്പോഴും കാണിച്ചാൽ മതി. ലെഫ്റ്റ് കൈ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ വെക്കുക. നമ്മുടെ റൈറ്റ് കൈ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കുക, കുറച്ച് അകലത്തിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ അത് ചെയ്യുമ്പോൾ അണിഞ്ഞു കാണണം. പിന്നെ കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ട് വേണം ഈ രീതിയിൽ പിടിക്കാൻ. അല്ലാതെ ഇങ്ങനെ എടുത്ത് സെയിം മുദ്രയാണെന്ന് കരുതി അതുപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്നിങ്ങനെ ചെയ്യാം, ഒന്നിങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിക്കാം. അപ്പൊ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുക. നെക്സ്റ്റ് വരുന്നത് അവിടെ ഒരു ചെറിയൊരു മ്യൂസിക് പോർഷൻ ആണ്, ചെറിയ രീതിയിൽ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമ്മൾ കാലുകൾ രണ്ടും കുറച്ച് അകത്തിയിട്ട് നിൽക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അതായത് റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് സൈഡിൽ വെക്കുക, പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിൽ വെക്കുക. അതുപോലെ തന്നെ റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുമ്പോൾ അതുപോലെ തന്നെ കൈകളും ഇങ്ങനെ ഉയർത്തുക. ലെഫ്റ്റ് സൈഡിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക, ഇങ്ങനെ ചെയ്യുക. മുകളിൽ എത്തുമ്പോൾ ഇങ്ങനെ പിടിക്കുക. ഇവിടുന്ന് എടുത്ത് മുകളിൽ എത്തുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക. കൈ മുകളിൽ വെക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കുക. അപ്പൊ അത് കുറച്ച് മെല്ലെ ചെയ്യുക, കാരണം ആ മ്യൂസിക് കുറച്ചൊരു സ്ലോയിലാണ്. അപ്പൊ കുറച്ച് സ്ലോലി ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ലൈൻ വരുന്നത് മലർമാരിൻ കാന്തൻ. അപ്പൊ അത് ചെയ്യുമ്പോൾ അപ്പൊ നേരെ നിന്നതുപോലെ തന്നെ നിൽക്കുക. ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് ചേർത്തിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ പൂ വിരിയും പോലെ ഇങ്ങനെ കാണിക്കുക. മലർമാരിൻ കാന്തൻ. കാന്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കൈ നമ്മുടെ ലെഫ്റ്റ് കാലിന്റെ മുട്ടിന് മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. കാന്തൻ. പിന്നെ വസുദേവാത്മജൻ ഇങ്ങനെ പിടിക്കുക. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. ഈ മോതിര വിരൽ മാത്രം ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് അത് തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. ഒരുപാട് ഉയർത്തിയിട്ട് വെക്കേണ്ട, കൈ ചെറുതായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയാണ് വസുദേവാത്മജൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുലർക്കാലേ പാടി. പുലർക്കാലെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പിടിച്ചില്ലേ സെയിം മുദ്ര നമ്മൾ ലെഫ്റ്റ് കൈയിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. റൈറ്റ് കൈ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക. പുലർക്കാലെ പാടി കുഴലൂതി. ഇങ്ങനെയാണ്. മലർമാരിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി. ഇങ്ങനെ ചെയ്യാം. പിന്നെ വരുന്നത് ചിലു ചിലു
അത് ചെയ്യുമ്പോൾ നമ്മൾ 1 2 ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ കൈ രണ്ടും ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഡ്രസ്സിൽ പിടിക്കുക, എന്നിട്ട് റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് സൈഡിൽ വെക്കുക, തിരിച്ചു കൊണ്ടുവരിക, പിന്നെ ലെഫ്റ്റ് കാലത്ത് റൈറ്റ് സൈഡിൽ വെക്കുക. പിന്നെ ജസ്റ്റ് നമ്മൾ അതും റൈറ്റ് സൈഡിൽ കൈകൾ ഇങ്ങനെ ചെയ്യുക. അപ്പൊ റൈറ്റ് കൈ താഴെ ലെഫ്റ്റ് കൈ മുകളിൽ വെക്കുക, പിന്നെ നേരെ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ താഴെ റൈറ്റ് കൈ മുകളിൽ. കാഞ്ചന, പിന്നെ ചിലമ്പിട്ടോടിവ. ചിലമ്പിട്ടോടിവ എന്ന് പറയുമ്പോൾ നമ്മള് റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് കാലിന്റെ മുകളിലായിട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടും പോലെ കാണിക്കുക. അതായത് ഈ ഒരു മുദ്ര പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. ചിലമ്പിട്ടോടിവ കണി കാണാൻ. ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. അതായത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചെയ്യുക. റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിൽ വെക്കുക, റൈറ്റ് കൈയെടുത്ത് നേരത്തെ ചെയ്തില്ലേ അതുപോലെ ചെയ്യുക. റൈറ്റ് കോർണറിലേക്ക് നോക്കുക, ലെഫ്റ്റ് കൈ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. കണി കാണാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. പിന്നെ വീണ്ടും ആ ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, മലർമാരിൻ കാന്തൻ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്യാം. പിന്നെ മലർമാരിൻ കാന്തൻ ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മള് ഇവിടുന്ന് ഇങ്ങനെ കറക്കി തിരിച്ച് ഇവിടെ പൂ കാണിക്കാം. ഞാൻ കാണിച്ചു തരാം. അതായത് രണ്ട് കൈ ഇങ്ങനെ മുട്ടിച്ച് വെക്കണ്ട, കുറച്ച് സൈഡിലായിട്ട് വെക്കുക, മുട്ടിക്കണ്ട, കുറച്ച് സൈഡിലായിട്ട് വെച്ചിട്ട് റൈറ്റ് കൈ മുന്നോട്ടേക്കും ലെഫ്റ്റ് കൈ ബാക്കോട്ടേക്കും തിരിക്കുക. ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. എടുക്കുമ്പോൾ റൈറ്റ് കൈ മുകളിലും ലെഫ്റ്റ് കൈ താഴെയായിട്ട് വരും. അവിടുന്ന് ഇങ്ങനെ പൂ കാണിക്കുക. ഒന്നുകൂടി കാണിക്കാം. രണ്ട് കൈ ഇങ്ങനെ വെക്കുക, അതായത് ലെഫ്റ്റ് കൈയുടെ കുറച്ച് സൈഡിലായിട്ട് റൈറ്റ് കൈ വെക്കുക, മുട്ടിച്ച് വെക്കരുത്. എന്നിട്ട് റൈറ്റ് കൈ മുന്നോട്ടും ലെഫ്റ്റ് കൈ ബാക്കോട്ടും തിരിക്കുക, എന്നിട്ട് റൈറ്റ് കൈ ലെഫ്റ്റ് കൈയുടെ മുകളിലായിട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ഇങ്ങനെ പൂ കാണിക്കുക. അപ്പൊ അത് നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ മൂവ് ചെയ്തുകൊണ്ട് ചെയ്യാം. നമ്മൾ അത് മുകളിൽ നിന്ന് ഇങ്ങനെ കറക്കി ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോൾ പൂ കാണിച്ചു. ഇങ്ങനെ ചെയ്യാം. അപ്പൊ മലർമാരി കാന്തൻ, പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. വസുദേവാത്മജൻ. പിന്നെ ചെയ്യേണ്ടത് പുലർക്കാലേ. ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ എടുത്താൽ മതി, ഈ ഒരു കൈ വെക്കണ്ട. സോ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. പുലർക്കാലേ പാടി കുഴലൂതി. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് കൈ എടുത്ത് റൈറ്റ് സൈഡിൽ വെക്കുക, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് കയ്യിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ നമ്മൾ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുക. പിന്നെ കേക്കും പോലെ കാണിക്കുക. ഇങ്ങനെ ചെവിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ 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 കാണിക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. മലർമാരി കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പൊ നമ്മൾ കണ്ണുകള് അടയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മള് രണ്ട് കൈയും ഇവിടെ പിടിക്കുക, ഡ്രസ്സിൽ പിടിക്കുക, എന്നിട്ട് 1 2 3. ആദ്യം നമ്മൾ റൈറ്റ് കാല് ചെയ്യുക. റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിൽ വിരലുകളിൽ ഇങ്ങനെ ചെയ്യുക, പിന്നെ നടുവിൽ ചെയ്യുക, പിന്നെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിൽ ചെയ്യുക, നടുവിൽ ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. ചിലമ്പിട്ടോടിവ. ജസ്റ്റ് ചിലമ്പിട്ടോടിവ കണി കാണാൻ. നേരത്തെ നമ്മൾ ചെയ്തില്ലേ ആ സ്റ്റെപ്പ് ചിലമ്പിട്ടോടിവ എന്നുള്ള ആ ലൈന് ചെയ്യുക. 1 2. പിന്നെ കണി കാണാൻ ജസ്റ്റ് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ആ ഒരു സെയിം രീതിയിൽ ചെയ്യാം. കണി കാണാൻ. ഇനി അവിടെ ചെറിയൊരു മ്യൂസിക് പോർഷൻ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാലുകൾ ഇങ്ങനെ കുറച്ചിങ്ങനെ അകത്തിയിട്ട് വെക്കുക, എന്നിട്ട് അരമണ്ഡലത്തിൽ ഇരിക്കുക, എന്നിട്ട് രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക. ഈ ഒരു രീതിയിൽ ഈ രണ്ട് വിരൽ മാത്രം ഇങ്ങനെ മടക്കി പിടിക്കുക, ബാക്കിയൊക്കെ വിടർത്തി പിടിക്കുക. എന്നിട്ട് നെഞ്ചിന് നേരെ പിടിക്കുക, എന്നിട്ട് അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ആദ്യം നമ്മൾ രണ്ട് കൈയും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഉയർത്തുമ്പോൾ കൈ ഇങ്ങനെ വിടർത്തി പിടിക്കുക.
ഇങ്ങനെ ചെയ്യുക. അപ്പൊ നമ്മുടെ ബോഡി കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ പോവാം, പിന്നെ തിരികെ ഇവിടെ കൊണ്ടുവരിക, പിന്നെ അതുപോലെ റൈറ്റ് സൈഡിലേക്ക് പോവാ, തിരികെ ഇവിടെ കൊണ്ടുവരിക. 1 2 3 4 ഇങ്ങനെ വരും. അപ്പൊ അതിനുശേഷം വരുന്നത് ശിശുക്കളായുള്ള, ശിശുക്കൾ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കാം. ജസ്റ്റ് 1 2 ഇങ്ങനെ കാണിച്ചാൽ മതി. ചെറുവിരൽ മാത്രം ഇങ്ങനെ ഉയർത്തി പിടിക്കുക, രണ്ട് കൈയുടെയും. ബാക്കി എല്ലാ വിരലും ഇങ്ങനെ പിടിക്കുക. ആദ്യം റൈറ്റ് കൈ ചെയ്യുക, പിന്നെ ലെഫ്റ്റ് കൈ ചെയ്യുക. ശിശുക്കളായുള്ള, പിന്നെ സഖിമാരും ഞാനും. നിങ്ങൾ രണ്ടുപേര് ചേർന്നിട്ടാണ് കളിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ പിടിക്കുക. ഇനി അഥവാ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പിടിക്കുക. സഖിമാരും ഞാനും, അത് രണ്ട് സൈഡിലേക്കായിട്ടും പിടിക്കുക. 1 2 ചെയ്യാം. സഖിമാരും ഞാനും, പിന്നെ ഇങ്ങനെ ചെയ്യാം. പശുക്കളെ മേച്ചു. അപ്പൊ അത് എന്ത് ചെയ്യുക? റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് കാലിനെ ക്രോസ് ചെയ്തിട്ട് മുന്നില് ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. ലെഫ്റ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കുക. ഈ രണ്ട് വിരലിനോട് ഈ ഒരു തള്ള വിരൽ ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഈ മൂന്ന് വിരലും കൂടി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. റൈറ്റ് കൈയില് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പൊ പശുക്കളെ മേച്ചു നടക്കുമ്പോൾ നമ്മള് കൈ രണ്ടും ബാക്കിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് നടക്കുക. 1 2 ഇങ്ങനെ ക്രോസ് ചെയ്ത് നടക്കുക. 1 2. പശുക്കളെ മേച്ചു നടക്കുമ്പോൾ. പിന്നെ ചെയ്യേണ്ടത് വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കണ്ണൻ. അപ്പൊ നമ്മള് താഴേന്ന് ഇങ്ങനെ ഒരു വെണ്ണക്കുടം എടുക്കുക. എന്നിട്ട് അതിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യാം. വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കണ്ണൻ, അടുത്തു വാ ഉണ്ണി കണി കാണാൻ. അങ്ങനെ ചെയ്യാം. വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കണ്ണ, അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം വീണ്ടും ആ ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ശിശുക്കളായുള്ള, അപ്പൊ അതുപോലെ തന്നെ ചെയ്യാം. ശിശുക്കളായുള്ള, പിന്നെ സഖിമാരും ഞാനും. ജസ്റ്റ് മുന്നിലോട്ട് ഇങ്ങനെ നടക്കുക. നേരത്തെ പിടിച്ചില്ലേ ആ ഒരു മുദ്ര പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് മുന്നിലേക്ക് രണ്ട് സ്റ്റെപ്പ് നടക്കുക. അപ്പോ ശിശുക്കളായുള്ള സഖിമാരും ഞാനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ. ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ഇത് നിന്നിട്ടാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് മുന്നിലോട്ടേക്ക് നടക്കുക. പശുക്കളെ മേച്ചു, പിന്നെ നടക്കുമ്പോൾ. നേരത്തെ ചെയ്തില്ലേ ആ ഒരു സ്റ്റെപ്പ് ചെയ്യാം. നടക്കുമ്പോൾ. അപ്പൊ ആ ഒരു കയ്യില് അത് തന്നെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് വിശക്കുമ്പോൾ. അപ്പൊ അത് നമ്മൾ നേരത്തെ വെണ്ണക്കുടം താഴെ നിന്നാണ് എടുത്തത്. ഇപ്പൊ നമുക്ക് മുകളിൽ നിന്ന് റൈറ്റ് സൈഡിന് എടുക്കാം. അപ്പൊ ചെയ്യാം. വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ. അപ്പൊ എന്ത് ചെയ്യണം? കൂടെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വെണ്ണ ഇങ്ങനെ എടുത്ത് വായുടെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ കാണിക്കുക. അതായത് കൃഷ്ണനെ നോക്കി കാണിക്കും പോലെ കാണിക്കുക. വേണമെന്ന് ഇങ്ങനെ ചോദിക്കാം. വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ, പിന്നെ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ഇങ്ങനെ ചെയ്യാം. പിന്നെ നേരത്തെ പോലെ തന്നെ അടുത്തു വാന്ന് വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഈ കൈയില് ലെഫ്റ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് വെക്കുക. റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് മുകളിൽ വെക്കുക. അപ്പൊ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക. ലെഫ്റ്റ് കൈയിൽ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പിടിച്ചില്ലേ മോതിര വിരൽ മാത്രം മടക്കിയിട്ട്, എന്നിട്ട് അതിനോട് നമ്മുടെ തള്ള വിരൽ ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തലയിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. അപ്പൊ ഇനി വീണ്ടും ഫസ്റ്റത്തെ ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ നമുക്ക് ആ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി.
നമ്മള് സെക്കൻഡ് കണി കാണുന്ന നേരത്തെ ചെയ്തില്ലേ, ആ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. കണി കാണും നേരം കമലനേത്രന്റെ നിറവേഴും മഞ്ഞത്തുകി ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. അപ്പൊ ലാസ്റ്റ് പോസിൽ ഇങ്ങനെ നിൽക്കുക, റൈറ്റ് കാല് ബാക്കിൽ വിരല് കുത്തി വയ്ക്കുക, ഈ ഒരു മുദ്ര കൈകളിൽ പിടിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിന്റെ ഡാൻസ് ചെയ്തിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.